US പൗരത്വത്തിനുള്ള വില പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. 43.5 കോടി രൂപ നൽകാനുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് പോന്നോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിസമ്പന്നർ മാത്രം മതി എന്നതിനാൽ അങ്ങനെയുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന തരത്തിലാണ് ഗോൾഡ് കാർഡ് എന്ന ട്രംപിന്റെ പുത്തൻ പദ്ധതി. ഫെബ്രുവരി 25-നായിരുന്നു ട്രംപ് ഗോൾഡ് കാർഡ് സംവിധാനത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത്. നിലവിലുള്ള EB-5 സംവിധാനത്തിന് പകരക്കാരനാകുമെന്ന് കരുതപ്പെടുന്ന ഗോൾഡ് കാർഡ് ലഭിക്കണമെങ്കിൽ വലിയ നിക്ഷേപമാണ് US-ൽ നടത്തേണ്ടത്. കൃത്യമായി പറഞ്ഞാൽ $50 ലക്ഷം അഥവാ ഏകദേശം 43.5 കോടി രൂപ. ഈ പദ്ധതിയിലൂടെ നിക്ഷേപകർക്ക് ഗ്രീൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ നേടാനും US-ൽ സ്ഥിരതാമസത്തിനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. ഇതുവരെ US-ൽ നിലനിന്നിരുന്നത് EB-5 വിസ സംവിധാനമായിരുന്നു. അതുപ്രകാരം വിദേശികൾ ഒന്നുകിൽ 8 കോടി രൂപയുടെയോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ 6 കോടി രൂപയുടെയോ നിക്ഷേപം നടത്തിയാൽ ഗ്രീൻ കാർഡിന് അർഹരാകുമായിരുന്നു. കൂടാതെ കുറഞ്ഞത് 10 അമേരിക്കൻ പൗരന്മാർക്ക് കമ്പനികളിൽ ജോലി ഉറപ്പാക്കണമെന്നായിരുന്നു ഉപാധികൾ. ഗ്രീൻ കാർഡ് എന്താണെന്ന് സംശയമുള്ളവർക്ക് വേണ്ടി അതുകൂടി പറയാം. US-ൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അനുമതിയെയാണ് ഗ്രീൻ കാർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പെർമനന്റ് റെസിഡന്റ് കാർഡ് എന്നാണ് ഇത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ഇത്തരം വിസ സംവിധാനങ്ങൾ 100-ലധികം രാജ്യങ്ങളുണ്ട്. യുണൈറ്റഡ് കിങ്ഡം, സ്പെയിൻ, ഗ്രീസ്, മാൾട്ട, ഓസ്ട്രേലിയ, കാനഡ, ഇറ്റലി എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. വിദേശികളുടെ മൂലധന നിക്ഷേപത്തിനും അതുവഴി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും 1990-ലാണ് US കോൺഗ്രസ് EB-5 വിസ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ട്രംപ് ആദ്യ തവണ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ EB-5 വിസയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കുറഞ്ഞ തുകയ്ക്കാണ് ഗ്രീൻ കാർഡുകൾ നൽകുന്നത് എന്നായിരുന്നു പ്രധാന വിമർശനം. തുടർന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ 6 കോടി രൂപ നിക്ഷേപം എന്ന വ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവരാനും ട്രംപ് ശ്രമിച്ചിരുന്നു. പക്ഷേ കോടതി ഇടപെട്ട് അന്ന് നടപടി റദ്ദാക്കുകയായിരുന്നു. ഗോൾഡ് കാർഡ് അമേരിക്കൻ പൗരത്വം നേടുന്നതിനുള്ള ഒരു മാർഗമായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിലൂടെ സമ്പന്നർ US-ലേക്ക് വരുമെന്നും അതുവഴി രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന ആഗ്രഹവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. 1 കോടി ഗോൾഡ് കാർഡുകൾ നൽകുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും നിക്ഷേപത്തിനപ്പുറത്തേക്ക് തൊഴിലവസരങ്ങൾ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും അദ്ദേഹം ഇതുവരെ നൽകിയിട്ടില്ല. പണം നൽകുന്നത് റഷ്യൻ സമ്പന്നരാണെങ്കിലും പ്രശ്നമില്ലെന്ന നിലപാടും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് റഷ്യയുമായുള്ള പുതിയ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനയാണെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. നിലവിലുള്ള EB-5 വിസ സംവിധാനം മണ്ടത്തരവും തട്ടിപ്പുമാണെന്ന അഭിപ്രായമാണ് ട്രംപ് ഭരണകൂടത്തിൻ്റേത്. US ഗ്രീൻ കാർഡ് ലഭിക്കാൻ ചെറിയ തുക മാത്രമേ ആ സംവിധാനം ഈടാക്കുന്നുള്ളൂവെന്നും ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുത്നിക് കുറ്റപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് EB-5 സംവിധാനം അവസാനിപ്പിച്ച് ട്രംപിന്റെ ഗോൾഡ് കാർഡ് പദ്ധതി കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഗോൾഡ് കാർഡ് സംവിധാനത്തിനെതിരെയും നിരവധി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ പ്രധാനം തൊഴിൽ സംബന്ധമായ നിബന്ധനകൾ ഇല്ലെന്നതും ഉയർന്ന നിക്ഷേപ തുകയുമാണ്. മെറിറ്റിന് പകരം പണം മാത്രം അടിസ്ഥാനമാക്കി US ഗ്രീൻ കാർഡ് നൽകുന്നത് ശരിയായ നിലപാടല്ലെന്ന് പലരും കുറ്റപ്പെടുത്തുന്നു. ഒരു കളിക്കിറങ്ങാൻ പണം കൊടുക്കുന്നത് പോലെയുള്ള സംവിധാനമാണ് ഗോൾഡ് കാർഡ് എന്നും വിമർശനങ്ങളുണ്ട്. നിരവധി മേഖലകളിൽ നൈപുണ്യമുള്ള വിദേശ തൊഴിലാളികൾ ഗ്രീൻ കാർഡിനായി നൽകിയ അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് ട്രംപിന്റെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ഏകദേശം 10 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ അപേക്ഷകളും ഇക്കൂട്ടത്തിലുണ്ട്. പല അപേക്ഷകളും 50 വർഷത്തോളമായി തീർപ്പാക്കപ്പെടാതെ കിടക്കുകയാണ്. അതിനാൽ ഗോൾഡ് കാർഡ് സംവിധാനം US-ലെ ഇന്ത്യക്കാർക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ.